കഴിഞ്ഞ ദിവസമാണ് ഢാക്കയിലെ അന്താരാഷ്ട്ര ട്രിബ്യൂണൽ കോടതി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിച്ചതിന് പിന്നാലെ തന്നെ ഷെയ്ഖ് ഹസീനയെ മടക്കി നൽകണമെന്ന് ഇന്ത്യയോട് ബംഗ്ലാദേശ് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ഇതിലൊരു കൃത്യമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല. വിധി ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുന്നത്. എന്തായിരിക്കും ഇനി ഇന്ത്യയുടെ കൃത്യമായ ഒരു നിലപാടെന്നതാണ് നമുക്ക് നോക്കിക്കണ്ടത്. ഇനി ഇന്ത്യൻ നിലപാട് എന്തായിരിക്കുമെന്നതാണ് ഏറെ നിർണായകമാകുന്നത്. തൗഫീഖെ, കഴിഞ്ഞ ഒരു വർഷമായി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുണ്ട്. ബംഗ്ലാദേശ് നേരത്തെയും ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ വധശിക്ഷ വന്നപ്പോൾ എന്തായിരിക്കും ഇനി ഇന്ത്യയുടെ ഒരു നിലപാട് എന്നതാണ് എല്ലാവരും ഉറ്റുവയ്ക്കുക. എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു തീരുമാനം ഇതിൽ? ഇന്ത്യ എന്ത് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഹസീനയുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം 15 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ പ്രക്ഷോഭം ബംഗ്ലാദേശിൽ ആനടിക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നത്. പിന്നീട് അത് വലിയ കലാപമായത് വ്യാപിക്കുകയും പിന്നീട് സർക്കാരിന്റെ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. തുടർന്നായിരുന്നു ഷെയ്ഖ് ഹസീനയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും ഒരുമിച്ച് ഡൽഹിയിലേക്ക് ഒരു രാഷ്ട്രീയ അഭയമായി എത്തിയത്. നിലവിൽ ഹസീന ഒരു പ്രവാസ ജീവിതത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ 2024 കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ അവർ ഡൽഹിയിൽ തന്നെയാണ് താമസമാക്കിയിരിക്കുന്നത്. സർക്കാർ അവർക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്നുണ്ട്. സർക്കാർ സംരക്ഷണത്തിൽ തന്നെയാണ് ഡൽഹിയിൽ കഴിയുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അരവിന്ദ് സൂചിപ്പിച്ച വിധി ബംഗ്ലാദേശിൽ നിന്ന് ധാക്കയിൽ നിന്ന് വരുന്നത്. ആ വിധി വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഇന്ത്യയുടെ നിലപാടായിരിക്കും ഏറ്റവും പ്രധാനം. കാരണം ഷെയ്ഖ് ഹസീനയെ വധശിക്ഷക്കാണ് വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ വിട്ടുകിട്ടിയാൽ മാത്രമേ ശിക്ഷ നടപ്പാക്കാനായിട്ട് ബംഗ്ലാദേശിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരെ വിട്ടുകിട്ടണം എന്നുള്ളൊരു ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ബംഗ്ലാദേശ് ഭരണകൂടം. പക്ഷേ അത് ഇന്ത്യ അതിലെന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കേസിന്റെ പോക്കും കാര്യങ്ങളും. നോട്ടഡ് എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമായിരുന്നു വിദേശകാര്യ മന്ത്രാലയം നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അത് പരിശോധിക്കുന്നുണ്ട്. എന്ത് തീരുമാനം എടുക്കണം എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി കൂടിയാലോചന നടത്തിയതിനു ശേഷമായിരിക്കും ഇന്ത്യ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഷെയ്ഖ് ഹസീന എന്തായാലും ഈ വിധി വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളെല്ലാം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ ട്രിബ്യൂണലിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ അതൊരു തട്ടിക്കൂട്ട് സംവിധാനമായിരുന്നു, അല്ലെങ്കിൽ തന്റെ വാദം കേൾക്കാൻ, തന്റെ അഭിഭാഷകരുടെ വാദം കേൾക്കാൻ പോലും അവർക്ക് സമയം കണ്ടെത്തിയില്ല, ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിധിയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമായിരുന്നു അവർ നിരന്തരമായി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അവരിനി വിട്ടുകൊടുക്കുകയാണെങ്കിൽ എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. പക്ഷെ അതെങ്ങനെ സാധിക്കും എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. പ്രതികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശ് എന്തെങ്കിലും പഴയ ഉടമ്പടികൾ ഒപ്പുവെച്ചിട്ടുണ്ടോ? അരവിന്ദ്, 2023 ഷെയ്ഖ് ഹസീനയും സർക്കാർ ഒരു ഉടമ്പടി ഇന്ത്യയുമായിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടി എന്ന് പറയുന്നത് ഈ കുറ്റവാളികളെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുപ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയായിരുന്നു. ആ ഉടമ്പടി തന്നെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞ ഷെയ്ഖ് ഹസീനയ്ക്ക് വിനയായിരിക്കുന്നത്. ഹസീന തന്നെ ഒപ്പിട്ട ഉടമ്പടി മൂലം ഇപ്പോൾ ഹസീന തന്നെ തിരിച്ച് ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇവിടെയുള്ള കുറ്റവാളികളെ വിട്ടുകൊടുക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ ഉടമ്പടിയിൽ പറയുന്നുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ കേസ് രാഷ്ട്രീയ ലക്ഷ്യമെന്നതാണ് ആരോപണവും ശക്തമായിട്ടുണ്ട്. അതെ, അതുകൊണ്ട് ഇന്ത്യ ആ ഒരു പോയിന്റിൽ പിടിച്ചുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഇന്ത്യയിൽ തന്നെ നിർത്തുക എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ നിലവിൽ കാണുന്ന ഒരു കാര്യം. പക്ഷെ അത് എത്ര നാൾ ഇന്ത്യക്ക് ആ ഒരു പോയിന്റിൽ ഊന്നിക്കൊണ്ട് നിൽക്കുക, അവരെ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എത്രയും വേഗം വിട്ടുകിട്ടണമെന്നുള്ളൊരു സമ്മർദ്ദം ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അവർ രേഖാമൂലം ഇന്ത്യയോട് അത്തരമൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. ഉടൻ തന്നെ രേഖാമൂലം ഇന്ത്യയോടടുത്ത് ഹസീനയെ വിട്ടു നൽകണം എന്നുള്ളൊരു കാര്യം ഉടൻ തന്നെ ആവശ്യപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആ നിലവിലത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള യൂനിസ് ആ ഒരു ആവശ്യം ഇതിനോടകം തന്നെ വിദേശകാര്യ മന്ത്രാലയമൊക്കെയായിട്ട് സംസാരിച്ചെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ രേഖാമൂലം ഇത് നൽകിക്കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ഇന്ത്യ എന്ത് സ്വീകരിക്കുന്നു എന്നുള്ളതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് തീരുമാനിക്കണം, ഹസീനയെ വിട്ടുകൊടുക്കണം വേണ്ടയോ എന്നുള്ളൊരു സംശയം ഇന്ത്യക്ക് ഇപ്പോൾ നിലവിലുണ്ട്. കാരണം ബംഗ്ലാദേശുമായിട്ട് ബന്ധം വലിയ രീതിയിൽ മെച്ചപ്പെടുത്തി വരുന്നതിനിടയിലായിരുന്നു ഇത്തരമൊരു കേസ് വരികയും പിന്നീട് ഷെയ്ഖ് ഹസീനയെ ട്രിബ്യൂണൽ ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാൻ തയ്യാറായില്ല എന്ന് തന്നെ കരുതുക. എന്തായിരിക്കും പിന്നെ ബംഗ്ലാദേശിന് മുന്നിലുള്ള മാർഗങ്ങൾ? കാരണം ഇന്റർപോളിനെയും അന്താരാഷ്ട്ര കോടതിയൊക്കെ സമീപിക്കാമെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം ഇപ്പം പുറത്തു വരുന്നുണ്ട്. 1-2 കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ആ വിഷയത്തിൽ സംഭവിക്കാനുള്ളത്. ഒന്ന്, സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും നിലവിൽ യൂനിസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുക. ബംഗ്ലാദേശ് കൂടുതൽ സമ്മർദ്ദം ഇന്ത്യയുടെ മേൽ ചെലുത്തുകയും ഹസീനയെ ഏതു വിധേനയും ബംഗ്ലാദേശിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഹസീനയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോവുകയും അപ്പീൽ നൽകുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ അപ്പീൽ നൽകണമെങ്കിൽ ഹസീന ബംഗ്ലാദേശിൽ ഉണ്ടാവണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ട്രിബ്യൂണലുകൾ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാൾക്ക് മറ്റൊരു രാജ്യത്ത് ഇരുന്നു കൊണ്ട് അപ്പീലിലോ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവിടെ ചെന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനായിട്ട് അവർക്ക്
സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഇനിയും ഇന്ത്യയിൽ തന്നെ അവർ തുടരുകയാണെങ്കിൽ അവരെ പിടികിട്ടാപ്പുള്ളിയൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ബംഗ്ലാദേശിന് സാധിക്കും. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ ഉൾപ്പെടെ കണ്ടുകെട്ടുകയും കൂടുതൽ നടപടികളിലേക്ക് പോവുകയും പറഞ്ഞതുപോലെ ഇന്റർപോൾ ഉൾപ്പെടെ റെഡ് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കുക, അത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് പോകും ഹസീന അതൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ ഇന്ത്യ ഇനിയിപ്പോൾ അതിൽ സ്വീകരിക്കുക, ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് വരാനായിട്ട് പോവുകയാണ്. ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയെന്നാണ് അറിയുന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഹസീനയെ വിട്ടുകൊടുക്കാം എന്നുള്ള ഒരു ചർച്ചകളെല്ലാം ഇന്ത്യയുടെ ഭാഗത്തുകൊണ്ട് ആരംഭിച്ചതായിട്ടുള്ള ഒരു വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സാധ്യമാകുമെന്നൊക്കെ നമുക്ക് ഇനിയിപ്പോൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. കാരണം ഇനിയും നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫെബ്രുവരി വരെ അത് നീട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ സാധ്യമാകാത്ത കാര്യമായിരിക്കും. തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നതൊക്കെ വരുന്നുണ്ട് വാർത്ത, അവർക്ക് മത്സരിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ. അതുണ്ട്. പ്രത്യേകിച്ച് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ്. ഈ വിധിക്ക് ശേഷവും അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. അവരുടെ നേതാക്കൾ ഓൾറെഡി ഇപ്പോൾ കുറെ ആളുകളൊക്കെ അറസ്റ്റിലാണ്. അപ്പോൾ ഇവരെ ഏതെങ്കിലും ആ രീതിയിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെലുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അവർ മത്സരിച്ചാൽ തന്നെ അവിടെ വിജയിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം വലിയൊരു പ്രക്ഷോഭമായിരുന്നു അവിടെ നടന്നത്. റിസർവേഷനുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടന്നു. അതെ, അതിൽ സർക്കാരിന് ഹസീനക്ക് അതിലൊന്നും ചെയ്യാൻ സാധിക്കാതെ വന്നു. ഒടുവിൽ അവരുടെ പ്രകോപനപരമായിട്ടുള്ള പലതരത്തിലുള്ള പ്രസ്താവനകളാണ് അത്തരം നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമായത് എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പുറത്തു വന്നത്. 1500-ലധികം ആളുകളുടെ ജീവൻ നഷ്ടമായെന്നൊക്കെയായിരുന്നു യുവന്റെ കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വന്നത്. അതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുകയും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അവർ ഇന്ത്യയിലേക്കൊക്കെ വരികയും ചെയ്തത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഇന്ത്യയുമായിട്ടുള്ള ഒരു ഹസീനയുടെ ബന്ധം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അവർക്ക് ഇപ്പോഴും ഒരു രാഷ്ട്രീയ അഭയം ഡൽഹിയിൽ രാജ്യത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ അവസാനം അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര നാൾ സംരക്ഷണം നൽകാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ളത്. അതെ, എത്ര നാളെന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫെബ്രുവരിയിൽ ഒരു ഇലക്ഷൻ നടന്നു, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അവിടെ അധികാരത്തിൽ വന്ന് ചിലപ്പോൾ ഹസീനയെ മടങ്ങിപ്പോകാനായിട്ട് ഇന്ത്യ ആവശ്യപ്പെടും. ഹസീനക്ക് മടങ്ങിപ്പോകേണ്ടി വരും. ആഭ്യന്തരമന്ത്രി ഇവിടെയുണ്ട്, രണ്ടുപേർക്ക് പോകേണ്ടി വരും. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് ഏതെങ്കിലും നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചകളൊക്കെ നടത്തി എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഈ വിധി വന്നതിന് ശേഷം ഹസീന വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ആ ട്രിബ്യൂണലിനെതിരെയും നിലവിലത്തെ ഭരണകൂടത്തിനെതിരെയും എല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നു. അതിനുള്ള കാരണങ്ങളുണ്ട്. ഈ ഫലം വരുന്നതിന് തൊട്ടു മുന്നേ വരെ അവർ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ കൊടുക്കുന്നു, എഴുതി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ചാനലുകളിൽ അവർ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു ഈ വിധി വരുന്നതിന് തൊട്ടു മുമ്പേ. പ്രത്യേകിച്ച് അവർ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു തവണ പോലും വന്നിട്ടില്ല. കാരണം ആ വന്ന സമയത്ത് കുറച്ചു പ്രസ്താവനകളെല്ലാം അവർക്കെതിരെ നടത്തിയിരുന്നെങ്കിലും പിന്നീട് ഹസീന വലിയ സൈലന്റിലേക്ക് പോവുകയായിരുന്നു. വായടച്ചുകൊണ്ട് അവർ ഡൽഹിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഉണ്ടായത്. പിന്നീട് ഈ ഫലം വരുന്നു എന്ന് കേട്ടപ്പോഴാണ് വീണ്ടും മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നു, യുഎൻഎസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തുന്നു. അതിനിടയിൽ ഇത്തരം ഒരു വിധി പുറത്തു വരുന്നു. വീണ്ടും സമാനമായ രീതിയിലുള്ള പ്രസ്താവനകളെല്ലാം ഹസീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇനി ഹസീനയുടെ മുന്നോട്ട് പോക്ക് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇന്ത്യ ഏതായാലും ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. വളരെ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കില്ല. ബംഗ്ലാദേശിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് പെട്ടെന്ന് ഇന്ത്യ വഴങ്ങുകയുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധി ഉടമ്പടികൾ ഉൾപ്പെടെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും ഇതിനെ ഇന്ത്യ കാണുക? ആ ഉടമ്പടി ഏതെങ്കിലും മറികടക്കാവുന്ന തരത്തിൽ ഹസീനയെ സംരക്ഷിക്കണമെങ്കിൽ ഒന്ന് ആ ഉടമ്പടി ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മറികടക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ചില സാധ്യതകൾ ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതേതായാലും വലിയ രീതിയിൽ ആലോചിച്ചതിന് ശേഷമായിരിക്കും ആ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ത്യ പോവുകയുള്ളൂ എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഇന്ത്യ ഉടൻ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും. എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം.